ഹലോ ഫ്രണ്ട്സ്, എല്ലാവരെയും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് എളുപ്പത്തിൽ കായ പഴുപ്പിക്കുന്ന ഒരു രീതിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതുപോലെ ഈ വാഴ വെട്ടുന്നത് പലർക്കും ഈ മുകളിലത്തെ ഭാഗം ഇങ്ങനെ വെട്ടുന്നത് കൊണ്ട് കൊലയൊക്കെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ താഴെ വീണ് ചീത്തയാവാറുണ്ട്. അപ്പോൾ കൊല വെട്ടുന്ന രീതിയും കൂടെ ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. ഒരു നല്ലൊരു ട്രിക്കാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൊല വെട്ടുന്നത് വാഴയുടെ അടിവശമാണ്. ഇതുപോലെ വാഴയുടെ അടിവശമാണ് നമ്മൾ വെട്ടുന്നത്. ഇതുപോലെ 2-3 വെട്ട് കൊടുത്തിട്ട് അടിവശത്ത് ഒരു കഷ്ണം എടുത്ത് കളഞ്ഞാൽ പെട്ടെന്ന് വാഴ ഇങ്ങോട്ട് താഴെ പോരൂല. നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് അതിനെ നമുക്ക് വലിച്ചെടുക്കാൻ പറ്റും. ഒരു 2 വെട്ടിട്ട് അതിന് ശേഷം ഇതേപോലെ കൊല പിടിച്ചിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ താഴ്ത്തി കൊണ്ടുവരിക. എന്നിട്ട് ഇങ്ങനെ വെട്ടിയെടുക്കുക. അതിനുശേഷം ഏകദേശം 1 മണിക്കൂർ നേരം നമുക്കതിന് വെയിൽ കൊള്ളിക്കാം. അപ്പോൾ ഞാൻ വെയിലത്ത് വെക്കാൻ കൊണ്ടുപോവാണ്. ഇപ്പോഴത്തെ വെയിലാണ്, കൂടുതൽ സമയം വെയിലത്ത് വെക്കേണ്ട, പഴം കറുത്തു പോവും. അതിനുശേഷം നമ്മൾ വെക്കുന്നത് ഫ്രിഡ്ജാണ്. അപ്പോൾ വീട്ടിലുള്ള മോശമായ ഫ്രിഡ്ജ് നിങ്ങൾ ഒരു കാരണവശാലും കളയരുത്. ഫ്രിഡ്ജിനകത്താണ് കായ വെച്ച് പഴുപ്പിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ വീട്ടിലെ ഒരു പഴയൊരു ഫ്രിഡ്ജാണ്. അപ്പം ഞാൻ അതിനകത്ത് ഇതേപോലെ കായ അങ്ങോട്ട് കയറ്റി വെച്ച് അതിനുശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് പുക കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഒരു ചെറിയൊരു ചകിരി കത്തിച്ചിട്ട് ഇതുപോലെ ചകിരി കത്തിച്ചിട്ട് അതിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കുക. ഒറ്റ ദിവസം നമുക്ക് കാത്തിരുന്നാൽ മതി. ആരും തന്നെ വീട്ടിൽ മോശമായ ഫ്രിഡ്ജ് കളയണ്ട. ഒരു ഫ്രിഡ്ജ് അവിടെ വെക്കുക. നമ്മുടെ ആവശ്യത്തിന് ഇത് ഉപയോഗിക്കാം. സാധാരണ ഡ്രമ്മിലും മണ്ണിലൊക്കെ കുഴിച്ചിട്ടിട്ട് ആൾ കഷ്ടപ്പെടാറാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കൃത്യമായിട്ട് ഇത് അടച്ചു വെക്കുക. അടുത്ത ദിവസം ഒറ്റ ദിവസം കൊണ്ടൊക്കെ നിങ്ങൾക്ക് തുറന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾ ഞെട്ടിത്തരിക്കുന്ന രീതിയിൽ പഴത്തിൻ്റെ ഒരു കളർ. അപ്പോൾ ഞാനത് തുറക്കാൻ പോവാണ്. അടുത്ത ദിവസം ഈ രൂപത്തിൽ പഴുത്ത് കിട്ടും. വേറെ നമ്മൾ എങ്ങനെ വെച്ചാലും 2-3 ദിവസം പിടിക്കും. ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒറ്റ ദിവസം കൊണ്ടാണ് ഈ രൂപത്തിൽ കിട്ടും. ഇനി ആരും തന്നെ പഴയ ഫ്രിഡ്ജ് കളയണ്ട. ഒരെണ്ണം വീട്ടിൽ തന്നെ വെച്ചോളൂ. പുതിയ വീഡിയോയുമായി സന്ധിക്കും വരെ വണക്കം.